പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെറുകഥ എന്താണെന്നും ചെറുകഥ സാഹിത്യത്തെക്കുറിച്ചൊക്കെയാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞത്. ഇനി നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗത്തിലേക്ക് വരാം. നമ്മൾ പഠിക്കാൻ പോകുന്ന കഥയാണ് മാനസിയുടെ ഓരിതൾ എന്ന കഥയാണ്. അപ്പോൾ നമുക്ക് മാനസി എന്ന എഴുത്തുകാരിയെക്കുറിച്ച് നമ്മൾ കുറച്ച് അറിഞ്ഞിരിക്കേണ്ടതും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ മാനസി എന്നത് അവരുടെ തൂലികാനാമമാണ്. യഥാർത്ഥ പേര് P.A. രുക്മിണി എന്നാണ് അവരുടെ യഥാർത്ഥ പേര്. 1948 മെയ് 4 അവരുടെ ജനനം. അവർ തിരുവില്ലാമല പോകുന്നിടത്ത് ആച്ചാട്ടി വീട്ടിലാണ് അവരുടെ ജനനം. പിതാവ് P. ശിവരാമ മേനോനും അമ്മ P.A. മാലതി അമ്മ. അവർ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ കെമിക്കൽ എഞ്ചിനീയറിങ്ങിലാണ് ബിരുദ പഠനം നടത്തിയതെങ്കിലും അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. 1970 മുതൽ ബോംബെയിൽ താമസിച്ച് വരികയാണ് അവർ. കുറച്ച് വർഷമായി ഫ്രീലാൻഡ് കോപ്പി റൈറ്ററായിട്ട് ജോലി ചെയ്യണം. അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ ആ ഒരു പേഴ്സണൽ അല്ലെങ്കിൽ എന്താണ് അവരുടെ വിവരങ്ങൾ എന്ന് നമുക്ക് പറയാവുന്നത്. പിന്നെ പ്രത്യേകിച്ച് ഈ എഴുത്തുകാരിയുടെ കൃതികളെ നമ്മളൊന്ന് പരിചയപ്പെടണം. അപ്പോൾ അവരുടെ കൃതികളാണ് ഇടിവാളിൻ്റെ തേങ്ങൽ, വെളിച്ചത്തിൻ്റെ താളം. അതവരുടെ സഹോദരൻ P.A. ദിവാകരനുമായി ചേർന്ന് രചിച്ചതാണത്. പിന്നെ മറ്റൊന്നാണ് മഞ്ഞിലെ പക്ഷി. പിന്നെ മാനസിയുടെ കഥകൾ. പല കഥകളും ഈ എഴുത്തുകാരി ഇംഗ്ലീഷ്, മറാഠി, കന്നഡ എന്നീ ഭാഷകളിലേക്ക് വിവർത്തനവും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. മഞ്ഞിലെ പക്ഷി എന്ന കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് 1993 ആ അവാർഡ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഇനി ഈ എഴുത്തുകാരിയുടെ രചനയുടെ അല്ലെങ്കിൽ എഴുത്തിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് കൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് ഈ മാനസിയുടെ എഴുത്തിൻ്റെ ആ ഒരു ശൈലി അല്ലെങ്കിൽ രീതി എന്ന് നമുക്ക് പറയാൻ കഴിയും. ഇവിടെ സ്ത്രീ മനസ്സിൻ്റെ ഇരുണ്ട കോണുകളിലൂന്നി നിന്ന് കഥ പറയുന്നതാണ് ഈ എഴുത്തുകാരിയുടെ പ്രത്യേകത. അതേപോലെ തന്നെ സ്ത്രീക്ക് പുരുഷന്മാർ കൊടുക്കുന്ന ഒരു നിർവചനമുണ്ട് അല്ലേ? പൊതുവേ നമ്മൾ സ്ത്രീകൾ എവിടെയാണ് നിൽക്കേണ്ടതെന്നും സ്ത്രീ എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെയുള്ള ഒരു പൊതുവേ ഒരു പുരുഷാധിപത്യ വ്യവസ്ഥതയിൽ കൊടുക്കുന്ന ഒരു നിർവചനം. അത്തരത്തിലുള്ള ആ നിർവചനത്തെ തകർക്കുകയാണ്. അതേപോലെ തന്നെ സ്ത്രീ എന്ന ദൈവത്തെ നീക്കി നിർത്തി മജ്ജയും മാംസവുമുള്ള സ്ത്രീയുടെ പ്രശ്നങ്ങൾ സംവദിക്കാൻ തയ്യാറാവുകയും വേണമെന്ന് മാനസിയുടെ ഓരോ കഥകളും നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഇപ്പം നമുക്കറിയാം, പുരുഷാധിപത്യ വ്യവസ്ഥയിൽ സ്ത്രീകൾ ഒതുങ്ങിക്കൂടേണ്ടവരാണെന്നും അവർക്ക് പ്രത്യേകിച്ച് കൂടുതൽ ഫ്രീഡം, സ്വാതന്ത്ര്യം വേണ്ട, അങ്ങനെയൊക്കെയുള്ള ഒരു കാഴ്ചപ്പാടുള്ള ആ ഒരു വ്യവസ്ഥിതിയെ പാടെ തകർത്ത് അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് അല്ലേ, അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളോട് ഇടപഴകുക അല്ലെങ്കിൽ സംവദിക്കുക, ആ ഒരു രീതിയാണ് മാനസിയുടെ ഓരോ എഴുത്തുകളും അവരുടെ ഓരോ കഥകളും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. അതേപോലെ തന്നെ ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിൽ ചെറുകഥകൾ, ലേഖനങ്ങളൊക്കെ എഴുതുന്നുണ്ട് ഇവർ. ആ എഴുതുന്ന ലേഖനങ്ങളെയാണ് അവർ മറ്റ് ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്ത് പ്രസിദ്ധീകരിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യ മനസ്സിൻ്റെ നിഗൂഢത വ്യക്തമാക്കുന്ന കഥയാണ് നമുക്ക് പഠിക്കാനുള്ള ഓരിതൾ എന്ന കഥ. ഈ ഓരിതൾ എന്ന കഥയിലെ കഥാപാത്രമാണ് ആര്? ബാലു. അപ്പോൾ നമുക്ക് എന്താണ് ആ ഒരു കഥ
എന്നുകൂടി നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ? അപ്പോൾ നമ്മൾ ആ കഥ അറിഞ്ഞിരുന്നാലേ നമുക്ക് അത് തുടർച്ചയായിട്ട് പഠിക്കാനും സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ കഥയറിയാതെ ആട്ടം കാണുക എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ഇതിനകത്ത് ഇവിടെ ഓരിതൾ എന്ന ആ ഒരു കഥയിൽ പറയുന്നത് എന്താണെന്ന് കൂടി നമ്മൾ വായിച്ച് കഴിഞ്ഞാലേ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ പറ്റൂ. നമ്മൾ പറഞ്ഞു മനുഷ്യ മനസ്സിൻ്റെ നിഗൂഢത വ്യക്തമാക്കുന്ന കഥയാണ് ഏത്? ഓരിതൾ എന്ന മാനസിയുടെ കഥ. അതിലെ ഒരു കഥാപാത്രമാണ് ആര്? ബാലു. ബാലുവാണ് ഇതിലെ കഥാപാത്രം. പിന്നെ അതേപോലെ മറ്റൊരു കഥാപാത്രമാണ് നീലിമ. അപ്പോൾ ബാലു എന്ന കഥാപാത്രം നീലിമയിൽ സൃഷ്ടിക്കുന്ന അപരിചിതത്വം നമുക്ക് ഈ കഥയിൽ ഉടനീളം വായനക്കാരനെ പിന്തുടരുന്നുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ്. പിന്നെ അതേപോലെ തന്നെ എന്താണ്, കഥയുടെ മറ്റൊരു ഘട്ടത്തിൽ നീലിമയ്ക്ക് ബാലുവിനോട് തോന്നുന്ന പ്രത്യേക പരിഗണന പോലും ഈ കഥയിലെ ഒരു നിഗൂഢതയായിട്ടാണ് കണക്കാക്കുന്നതും. അപ്പം നമുക്ക് പറഞ്ഞ കാര്യം എന്താണ്? ഈ കഥയിലുടനീളം നമുക്കൊരു നിഗൂഢത കാണാം എന്ന് പറഞ്ഞു. ആ നിഗൂഢത എന്താണെന്നുള്ളത് കൂടി നമ്മൾ ഈ കഥ തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്. നമ്മൾ കഥയും കുറച്ചൊന്ന് വായിക്കാം, ബാക്കി അതിൻ്റെ വിശദീകരണവുമായിട്ട് നമുക്ക് പോവാം. കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. നഗരത്തിലെ ഒരു വലിയ ഹോട്ടലിലെ മുറിയിൽ കസേരയിലിരിക്കുകയായിരുന്നു ഞാൻ. വാതിൽക്കൽ വന്നു നിന്ന ചെറുപ്പക്കാരൻ തീരെ അപരിചിതനായതിനാൽ ഞാൻ അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ചോദിച്ചു, യെസ്, വിരോധമില്ലെങ്കിൽ നമുക്ക് കുറച്ച് സംസാരിക്കാം. അയാൾ പറഞ്ഞു, എൻ്റെ പേര് ബാലു, അടുത്ത റൂമിലാണ് താമസം, നോർത്തിൽ നിന്നുള്ള ഡെലിഗേഷൻ. എനിക്ക് പേടിയാണ് ആദ്യം തോന്നിയത്. റൂമിൻ്റെ വാതിൽ കടന്ന് കഴിഞ്ഞിരുന്നു ബാലു. അതിനാൽ ഞാൻ പറഞ്ഞു, എനിക്കിപ്പോൾ പുറത്തു പോകേണ്ടതുണ്ടായിരുന്നു. വൈകുന്നേരം താങ്കൾക്ക് സൗകര്യമാകുമ്പോൾ. ബാലു എൻ്റെ മുഖത്ത് തന്നെ നോക്കിയാണ് നിന്നിരുന്നത്. അയാളുടെ മുഖം പെട്ടെന്ന് ഒരു വിളക്ക് കെടുന്ന വേഗതയോടെ മ്ലാനമായി. അതെ, അത് ഞാൻ ഓർക്കേണ്ടതായിരുന്നു, അയാൾ പറഞ്ഞു. ഞാൻ വല്ലാത്തൊരു സമയത്താണ് വന്നത്, ക്ഷമിക്കൂ. ഏതായാലും വൈകുന്നേരം ഞാനിവിടെ ഉണ്ടാവില്ല, അതുകൊണ്ട് ഗുഡ് ബൈ. വാതിൽ പിടിച്ച് പുറത്തു പോകാനായി അയാൾ പെട്ടെന്ന് തിരിഞ്ഞു നിന്നു. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ പേര് പറയൂ. എനിക്ക് നിങ്ങളുടെ നൃത്തം വളരെ ഇഷ്ടപ്പെട്ടു. ചെറുപ്പക്കാരൻ്റെ വിളർത്ത കുട്ടിത്തമുള്ള മുഖം ഞാൻ ശരിക്കും ശ്രദ്ധിച്ചത് അപ്പോഴാണ്. അയാൾ ഇത്രയധികം ധൃതിയിൽ സംസാരിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് തീരെ മനസ്സിലായില്ല. ധൃതി കാരണം വാക്കുകൾ ഇടയ്ക്കിടെ വിഴുങ്ങിക്കൊണ്ടിരുന്നു. മുഖത്ത് താടിയെല്ലിൽ ഒരു മുറിവിൻ്റെ വലിയ കല വിലങ്ങനെ കിടക്കുന്നു. ബാലു ഇരിക്കൂ, ഞാൻ പൊടുന്നനെ പറഞ്ഞു. ബാലുവിൻ്റെ തൊടാതെയുള്ള സംസാരവും അതിലെ ധൃതിയും ചപ്പില വീണ് പാറുന്ന ഒരു മുറ്റത്തിൻ്റെ അടുക്കില്ലായ്മയാണ് എന്നെ ഓർമ്മിപ്പിച്ചത്. എൻ്റെ പേര് നീലിമ. പോകാനുള്ളിടത്ത് ഞാൻ അല്പം വൈകിപ്പോകാം. പറയൂ, ബാലു എന്താണ് പറയാൻ വന്നത്? നേർത്ത സന്തോഷം നിറഞ്ഞ ഒരു ചിരിയോടെ ബാലു വേഗം കസേരയിലിരുന്നു. എനിക്ക് ആ ചിരി വളരെ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വേണം പറയാൻ. ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ തുളകളുണ്ടാക്കിക്കൊണ്ട് കടന്നു പോകുന്ന ചില ചിരികളുണ്ട്. മടിയിൽ നിന്നും വായിച്ചു കൊണ്ടിരുന്ന പുസ്തകം കട്ടിലിലേക്കിട്ട് ഞാൻ ആ ചിരിക്കെതിരെ കട്ടിലിൽ ചാരിയിരുന്നു. ബാലുവിൻ്റെ പുരികങ്ങൾ നേർത്ത നേർവരകൾ പോലെയായിരുന്നു. കണ്ണുകൾ പെൺകുട്ടികളുടേതുപോലെ വിടർന്നു നീണ്ടവ. മൂക്ക് അസാധാരണമായി കൂർത്തതും
കവിളിലെ രോമങ്ങൾ നിറഞ്ഞ ഭാഗവും ഈ കൂർത്ത മൂക്കും എന്നെ എന്തോ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നു. എന്താണെന്ന് പക്ഷേ എനിക്കൊരു പിടിയും കിട്ടിയില്ല. നിലത്തുറച്ചിരുന്ന കണ്ണുകൾ ഉയർത്തി ബാലു എന്നെ നോക്കിയത് പെട്ടെന്നാണ്. അപ്പോഴത്തെ അയാളുടെ മുഖം ഞാൻ വാതിൽക്കൽ കണ്ടതുപോലെ അല്ലായിരുന്നു. അത് ചുവപ്പോ കറുപ്പോ എന്ന് എനിക്ക് സംശയമായി. എന്താ മിണ്ടാത്തത്? ബാലു, സമയം വെറുതെ പോകുന്നു. ബാലുവിൻ്റെ മുഖം ഒരു വാളുപോലെ മൂർച്ചയാർന്നുവോ എന്നെനിക്കൊരു നിമിഷം സംശയം തോന്നി. ബാലുവല്ലേ സംസാരിക്കാൻ വന്നത്? ഒരു ചെറിയ അസ്വാരസ്യം മനസ്സിലേക്ക് കയറി നിൽക്കുന്നത് കണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു, ബാലു തുടങ്ങൂ. അതുവരെ മുറിയിലുണ്ടായിരുന്ന ലാഘവം ഞാനിത് പറഞ്ഞതോടെ പൊടുന്നനെ നഷ്ടപ്പെട്ടു. ഘനം തൂങ്ങുന്ന നിശബ്ദത എന്ന് കലാകാരന്മാർ പറയാറുള്ള ഒരു തരം നിശബ്ദത ഞങ്ങൾക്കിടയിലേക്ക് ഔദ്യത്തോടെ എന്ന് പറയുവാനാവും വിധം കയറി നിന്നു. ആര് ആദ്യം തുടങ്ങണം എന്ന് വാദിക്കാനല്ല ഞാനും ബാലുവും അവിടെ ഇരിക്കുന്നത്. ഇതിങ്ങനെയായത് എങ്ങനെയാണെന്ന് എനിക്കാണെങ്കിൽ ഒട്ടും മനസ്സിലായില്ല. എനിക്ക് വല്ലാത്ത ഉഷ്ണം തോന്നി. ആ ചൂട് വരുന്നത് അകാരണമായി തന്നെ ബാലുവിൽ നിന്നാണെന്നും എനിക്ക് തോന്നി. അസഹ്യമായി തുടങ്ങിയിരുന്നു എൻ്റെ അസ്വസ്ഥത എന്ന് വേണം പറയാൻ. ഈ ദിവസം ശുഭമായി അവസാനിക്കുകയില്ല എന്ന് എനിക്ക് പെട്ടെന്ന് ബോധ്യമായി. ഞാൻ മാറ്റിവെച്ചിരുന്ന പുസ്തകം വീണ്ടും കയ്യിലെടുത്ത് അലക്ഷ്യമായി ചുരുട്ടാൻ തുടങ്ങി. ഉച്ചയ്ക്ക് എനിക്ക് 12 മണിക്ക് പോണം. ഇപ്പോൾ എത്രയായി സമയം? ഓ, വാച്ചില്ല അല്ലേ? ഞാനും എടുക്കാൻ മറന്നു. പക്ഷേ സമയമല്ല പ്രധാനം, നമുക്കൊക്കെ പോകേണ്ടി വരുന്നു എന്നതാണ്. ഇപ്പോൾ നമ്മൾ ഇത്രയും ഭാഗങ്ങൾ, കഥയിലെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ വായിച്ചതാണ്. അപ്പോൾ ബാലുവാണ് കേന്ദ്ര കഥാപാത്രമായിട്ട് വരുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അദ്ദേഹം നീലിമയിൽ സൃഷ്ടിക്കുന്ന അപരിചിതത്വം നമുക്ക് ഈ വായിച്ച ഈ ഭാഗങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ? അത് വായനക്കാരനെ പിന്തുടരുന്നുണ്ട്. അപ്പോൾ മറ്റൊരു ഘട്ടത്തിൽ നീലിമയ്ക്ക് അയാളോട് തോന്നുന്ന ഒരു പ്രത്യേക പരിഗണന കൊടുക്കുന്നുണ്ട് അല്ലേ? അദ്ദേഹം എന്നാൽ ഗുഡ് ബൈ പറഞ്ഞ് പോവാൻ നിന്ന സമയത്ത് ശരിയിരിക്കും, എനിക്ക് പിന്നെ പോവാമെന്ന് പറഞ്ഞിട്ട് അയാളോട് സംസാരിക്കുക. അപ്പോൾ അയാൾക്ക് കൊടുക്കുന്ന ഒരു പരിഗണന അതുപോലും ഒരു നിഗൂഢതയായിട്ടാണ് കഥയിൽ നമുക്ക് കാണാൻ സാധിക്കുക. അതേപോലെ തന്നെ എന്താണ്, കഥാപാത്രങ്ങളുടെ മാനസിക സംഘർഷങ്ങളെ, അതിൻ്റെ നിഗൂഢതകളെയൊക്കെ അതേപോലെ ഉൾക്കൊണ്ടുകൊണ്ട് വായനക്കാരിലേക്ക് എത്തിക്കാൻ കഥാകൃത്ത് കാണിക്കുന്ന ഒരു വൈദഗ്ധ്യമുണ്ട് ആ എഴുത്തിൻ്റെ. അത് എടുത്തു പറയാതിരിക്കാൻ വയ്യ, നമ്മൾ എടുത്തു പറയേണ്ടത് തന്നെയാണ്. കഥാകൃത്ത് ആരാണ് ഇവിടെ? മാനസിയാണ് അല്ലേ, എഴുത്തുകാരി. അപ്പോൾ ഈ ബാലു എന്ന കഥാപാത്രത്തിൽ നിഗൂഢതയെ ആദ്യം മുതൽ അവസാനം വരെ നിലനിർത്തുന്നതും ആ ഒരു നിഗൂഢതയെ നീലിമയിൽ നിന്ന് അവസാനം വരെ ഒളിപ്പിക്കാനും അതുപോലെ തന്നെ കഥാന്ത്യത്തിൽ എല്ലാവരെയും നിശബ്ദമാക്കിക്കൊണ്ട് നിഗൂഢമായ മരണത്തിലേക്ക് ലയിപ്പിക്കാനും എഴുത്തുകാരിക്ക് സാധിച്ചിരിക്കുന്നത് എന്നുള്ളതും ഈ കഥയുടെ പ്രത്യേകതയാണ്. അപ്പോൾ ഇവർ പരസ്പരം സംസാരിക്കുകയും പക്ഷേ പലയിടത്തും എന്താണ്, മൗനമാണ്. പറയാൻ കഴിയാതെ ഇരിക്കുകയും മറ്റൊരാൾക്ക് അസ്വസ്ഥത ഉളവാക്കുകയും അല്ലെ, നീലിമയിൽ ഒരു അസ്വസ്ഥത ഉണ്ടാക്കുകയും ബാലുവാണ് സംസാരിക്കണമെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നത്. പക്ഷെ ബാലു മിണ്ടാതിരിക്കുകയും അങ്ങനെ എല്ലാവർക്കും പോകാൻ സമയമാകുന്നുണ്ട് അല്ലേ? അപ്പോൾ ഒരു യാത്രക്കിടയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, ഇവിടെ സംസാരിക്കാതിരിക്കുമ്പോൾ അസ്വാരസ്യങ്ങൾ ഉണ്ടാവുകയാണ്. അത് എന്താ പറയുക, വളരെ ഇറിറ്റേഷനായിട്ട് അല്ലേ, ഒരു അസ്വസ്ഥത അതിനകത്തേക്ക് നീലിമയിലേക്ക് കടന്നു വരുന്നതും കാണാം എന്നുള്ളതാണ്. പിന്നീടാണ് ഇങ്ങനെ ബാലു സംസാരിക്കൂ എന്നിങ്ങനെ പറയുന്ന ആ കഥാപാത്രത്തെയും നമുക്ക് കാണാം. പെട്ടെന്നാണ് ഒരു ചോദ്യം വരുന്നത്, സമയം എത്രയായി? 12 മണിക്ക് പോകണമെന്ന്. അപ്പോഴാണ് പറയുന്നത്, എന്താണ്, കയ്യിൽ വാച്ചില്ല അല്ലേ, ഞാനെടുക്കാൻ മറന്നോ. പക്ഷെ എങ്കിലും എന്താണ്, എല്ലാവർക്കും സമയമല്ല പ്രധാനം, എല്ലാവർക്കും എന്താണ്, പോകേണ്ടി വരുന്നു എന്നുള്ളതല്ലേ പ്രധാനം എന്ന് പറയുന്നുണ്ട്. പിന്നീടാണ് ചോദിക്കുന്നത്, നീലിമയ്ക്ക് കുടുംബം? പെട്ടെന്നാണ് ബാലു ആ ഒരു ചോദ്യം ചോദിക്കുന്നത്. കുട്ടികൾ, ഇപ്പോൾ കുടുംബം, കുട്ടികൾ ഇതൊക്കെ ഉണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ വരികയാണ്. ഉണ്ടെന്ന് അവൾ തലയാട്ടുകയും ചെയ്തു. പക്ഷെ ആ ചോദ്യം തികച്ചും അനാവശ്യമായി തോന്നിയതിനാൽ ശബ്ദത്തിൽ മടുപ്പ് കലങ്ങി. ഇതൊന്നും ചോദിക്കാനല്ലല്ലോ ബാലു ഇങ്ങോട്ട് വന്നത്.
അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതിൽ വല്ലാത്തൊരു മടുപ്പ് ഇവിടെ ആ കഥാപാത്രത്തിന് അനുഭവപ്പെടുകയാണ്. ഏത് കഥാപാത്രമാണ്? നീലിമ എന്ന കഥാപാത്രത്തിന്. അപ്പോൾ പരസ്പരം മനുഷ്യർ പിന്നെ എന്താണ് ചോദിക്കുക? മനഃപൂർവ്വം എന്ന പോലെ ബാലു ആവശ്യത്തിലധികം ഉറക്കെ ചിരിച്ചു. നീലിമയുടെ നാട്ടിൽ വായുമലിനീകരണമുണ്ടോ എന്നോ, നീലിമ കമ്മ്യൂണിസത്തിൽ വിശ്വസിക്കുന്നു എന്നോ ഇനി എന്താണ് ചോദിക്കേണ്ടത് എന്നുള്ളതാണ്. നമ്മൾ മനുഷ്യന്മാർ പരസ്പരം പിന്നെ എന്താണ് ചോദിക്കുക എന്നിട്ട് ഒരു പരിഹാസ രൂപേണ ചോദിക്കുകയാണ്, നീലിമയുടെ നാട്ടിൽ വായുമലിനീകരണമുണ്ടോ, ഇനി അഥവാ നീലിമ കമ്മ്യൂണിസത്തിൽ വിശ്വസിക്കുന്നോ എന്നോ, ഇതൊക്കെയാണോ ചോദിക്കേണ്ടതെന്നുള്ള ആ ഒരു രീതിയിലേക്ക്. ഞാനൊന്നും പറഞ്ഞില്ല. തികച്ചും അപ്രതീക്ഷിതമായി മുഖത്തേക്ക് എറിഞ്ഞ പോലെ വന്നു വീണ ചോദ്യങ്ങൾ കാരണം എൻ്റെ ഉള്ള അപ്പാടെ കലങ്ങി. ഇനിയിപ്പോൾ ബാലു എഴുന്നേറ്റ് പോവുകയാണെങ്കിൽ കൂടി സംഭാഷണം തുടരാത്തതിൽ ഒരു തരം ആശ്വാസം തോന്നാനാണ് ഇട. ബാലു പിന്നെ ഒന്നും പറഞ്ഞില്ല. എൻ്റെ മേശപ്പുറത്ത് കിടന്നിരുന്ന 2 പളുങ്കുഗോളങ്ങൾ മുട്ടി താളമടിച്ചുകൊണ്ട് പെട്ടെന്ന് ബാലു തലേന്ന് പാടിയ നാടോടിപ്പാട്ടിൻ്റെ ഈണം മൂളാൻ തുടങ്ങി. തല ഒരു വശത്തേക്ക് ചരിച്ച് കണ്ണുകൾ അടച്ചാണ് ബാലു പാടിയിരുന്നത്. പളുങ്കുഗോളങ്ങളുടെ കീ എന്ന ശബ്ദവും നാടോടിപ്പാട്ടിലുണ്ടായിരുന്ന ആ എന്തോ ഒന്നും എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ബാലുവിനോട് പാട്ട് നിർത്താൻ പറയാനാവാഞ്ഞ നിമിഷത്തിൽ തന്നെ എൻ്റെ മുഖം കണ്ടിട്ടാവണം വരിക്ക് നടുവിൽ വെച്ച് തന്നെ ബാലു പാട്ട് നിർത്തി. ബാക്കി നമുക്ക് ആ കഥയുടെ തുടർച്ച അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം.